ഫോട്ടോഗ്രാഫിൽ ഇനി കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളാണ് വികസന കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നത്. മണ്ഡലത്തിന്റെ സാധ്യത മനസ്സിലാക്കിയുള്ള സമഗ്രമായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കും എന്നാണ് സ്ഥാനാർത്ഥികളുടെ വാഗ്ദാനം. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് നമ്മൾ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് പദവി ലഭിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ മുഖ്യ പരിഗണന കൊടുക്കും. റെയിൽവേ സ്റ്റേഷൻ്റെ വികസനമാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ കൈത്തറി അടക്കമുള്ള പരമ്പരാഗത മേഖലയിൽ ചില കേന്ദ്ര പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ നമുക്ക് നേടിയെടുക്കാൻ എങ്ങനെ കഴിയും? കായിക മേഖലയിൽ കേന്ദ്രത്തിൻ്റെ ചില പദ്ധതികളുണ്ട്. അതെങ്ങനെ നേടിയെടുക്കാൻ കഴിയും? വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്ന MP ഫണ്ട് ഒരു നയാ പൈസയും പാഴാക്കാതെ ജനഹിതമനുസരിച്ച് പദ്ധതികൾക്ക് രൂപം നൽകി അത് നടപ്പാക്കുകയും ചെയ്യും. ഈ എയർപോർട്ടിൻ്റെ വികസനത്തിന് ഞാനും മന്ത്രി തമ്മിൽ പരസ്യമായി തെറ്റി സംസാരിക്കേണ്ടി വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ എയർപോർട്ട് ഈസ് റിമൈനിങ് ഇൻ എ റൂറൽ ഏരിയ പോയിന്റ് ഓഫ് ഓർഡർ, അതുകൊണ്ട് വി ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു ഗിവ് യു ഒരു പോയിന്റ് ഓഫ് ഓർഡർ, ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഡ്രാഗിങ്. ഞാൻ അയാളോട് ചോദിച്ചു, യു കം ആൻഡ് സീ ദ പ്ലേസ്. നമ്മുടെ മട്ടന്നൂർ എന്ന് പറയുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റിയാണ്, അതിൻ്റെ ബോർഡർ കണ്ണൂരാണ്, കോർപ്പറേഷനാണ്. സച്ച് എ പ്ലേസ് ഹൗ കൻ യു ടെൽ ലൈക്ക് ദിസ്? ഭയങ്കര വാക്കാണ്. ഞാൻ അതിൻ്റെ എല്ലാം പിറകിലുണ്ടായിരുന്നു, റെയിലിൻ്റെ പിറകിലുണ്ടായിരുന്നു, റോഡിൻ്റെ പിറകിലുണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിനും പരിമിതികളുണ്ട്. കേന്ദ്ര സർക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ പറയുന്നതെല്ലാം ഞാൻ കൊണ്ടുവരും. ഞാൻ വിജയിച്ചു വന്നാൽ നമുക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു വിമാനത്താവളം മാറ്റാൻ കണ്ണൂരിന് കേന്ദ്ര ഗവൺമെൻറ്റിനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് നമുക്ക് പോയിന്റ് ഓഫ് കോൾ ബഹുമതി അല്ലെങ്കിൽ അംഗീകാരം നേടിയെടുക്കും. ഒപ്പം തന്നെ നമുക്കിതൊരു വിമാനത്താവളങ്ങളുടെ ഒരു ഹബ്ബാക്കി മാറ്റി വൈഡ് ബോഡി വിമാനങ്ങൾ, ലോങ് ബോഡി വിമാനങ്ങൾ ഇറങ്ങുന്ന രീതിയിൽ അന്താരാഷ്ട്ര വിമാനങ്ങളെ ഇറങ്ങാൻ തീരുന്ന രീതിയിലുള്ള ഒരു വിമാനത്താവളമാക്കി മാറ്റാൻ കേന്ദ്രത്തിൽ എന്തൊക്കെ സമ്മർദ്ദം ചെലുത്തണോ അതൊക്കെ ചെലുത്തും. അപ്പോൾ അഴീക്കലിന് നമുക്ക് പ്രാധാന്യം നഷ്ടപ്പെട്ടുകൂടാ. അഴീക്കലിനെ തുറമുഖത്തെ തിരിച്ചു കൊണ്ടുവരണം. അഴീക്കൽ പോർട്ട് സഞ്ചാരയോഗ്യമാക്കുകയും ഒപ്പം തന്നെ നമുക്ക് ചരക്ക് ഗതാഗതം മാത്രമല്ല പാസഞ്ചർ ആളുകൾക്ക് യാത്രക്കാർക്കുള്ള സൗകര്യം ഏർപ്പെടുത്തി ലക്ഷദ്വീപ് പോലെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള കപ്പലുകൾ അടിയന്തരമായി വേണ്ടുന്ന നടപടികൾ ആരംഭിക്കും.